Dear students, our next topic is colligative properties. The properties which depends only on the number of solute particles and not on their nature are called colligative properties. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ കളറോ മാസോ അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നോർമലി ഇത് ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കേസിലാണ് ഈ പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ദ ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഫസ്റ്റ് വൺ relative lowering of vapor pressure, second one elevation of boiling point, that is denoted by delta TB. Then third one, depression of freezing point, that is denoted by delta TF. And last one, osmotic pressure, that is denoted by the letter pi. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. When a non-volatile solute is added to a pure solvent, the vapor pressure of the resulting solution is lower than that of the pure solvent. The difference between the vapor pressure of pure solvent and that of the solution is called lowering of vapor pressure, that is delta P. അപ്പോൾ ഇവിടെ നമുക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ പ്യുവർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഡിഫറൻസ്, അതായത് പ്യുവറായിട്ടുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറും നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ അതായത് സൊല്യൂട്ട്, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും അതിൻ്റെ ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അവിടെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദി സൊല്യൂട്ട്, that of the solution is called lowering of vapor pressure. അത് നമ്മൾ ഡെൽറ്റ പി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അവ തമ്മിലുള്ള ആ ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഒരു കുറവുണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ കുറവ് നമ്മൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ചേഞ്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? ഡെൽറ്റ പി. അതിനെ വിളിക്കുന്ന പേരാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. Then consider a binary solution containing a non-volatile solute dissolved in a solvent. Let P10 be the vapor pressure of pure solvent, P1 the vapor pressure of the solution. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന സൊല്യൂട്ട് എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്, അതായത് ബാഷ്പീകരിച്ച് പോകാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് സൊല്യൂട്ടാണ്. അപ്പോൾ അവിടെ ആ ഒരു സൊല്യൂട്ടാണ് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ, അതായത് P1 എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ മാത്രമേ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവുകയുള്ളൂ. According to Raoult's law, P1 is equal to chi1 P10. The lowering of vapor pressure of the solvent delta P is equal to, ഡെൽറ്റ പി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചേഞ്ച്, അല്ലെങ്കിൽ ആ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ ഡെൽറ്റ പി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? P10 മൈനസ് P1 ആണ് ഇവിടുത്തെ ഡെൽറ്റ പി എന്ന് പറയുക. അപ്പോൾ നമുക്ക് P1 ഓൾറെഡി നമ്മൾ റൗൾസ് ലോ പഠിച്ചപ്പോൾ P1 എന്താണെന്ന് കണ്ടു, chi1 P10.
അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടുത്തെ P1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താണ് കിട്ടുക? P10 മൈനസ് P10 Chi1. Chi1 എന്നോ അല്ലെങ്കിൽ X1 എന്നോ നമ്മൾ എളുപ്പത്തിൽ പറയാറുണ്ട്. Chi1 എന്നാണ് സാധാരണ പറയുക. അപ്പോൾ അതിൽ നിന്ന് ഡെൽറ്റ പി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? P10 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്താൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡെൽറ്റ പി ഈക്വൽ ടു P10 ഇൻറ്റു 1 മൈനസ് Chi1 അല്ലെങ്കിൽ X1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ മോൾ ഫ്രാക്ഷൻസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് 1 ആണ്, അതിൻ്റെ സം 1 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് Chi1 പ്ലസ് Chi2 ഈസ് ഈക്വൽ ടു 1. Therefore 1 minus Chi1 is equal to Chi2. So we can also write it delta P is equal to P10 Chi2, or delta P divided by P10 is equal to Chi2. That Chi2 is the mole fraction of the solute. അപ്പോൾ ഇവിടുത്തെ ആ റേഷ്യോ ഡെൽറ്റ പിയും P10യുടെയും ആ റേഷ്യോയെ നമ്മൾ എന്തെന്ന് വിളിക്കാം? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ടു ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് X2 അല്ലെങ്കിൽ Chi2 എന്ന് പറയുന്നത് N2 divided by N1 plus N2 ആണ്, where N1 and N2 are the number of moles of solvent and solute respectively. അപ്പം N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ആൻഡ് N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ദെൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ നമുക്കറിയാം N2 ഈസ് വെരി വെരി ലെസ് ദാൻ N1 and hence N2 can be neglected അല്ലേ? അപ്പോൾ N2 എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന അത്രയും ചെറുതാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? Chi2 is equal to N2 divided by N1. Therefore delta P divided by P10 is equal to N2 divided by N1. അതിനെ വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്ത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ദ ഹോൾ ഡിവൈഡഡ് ബൈ W1 ഡിവൈഡഡ് ബൈ M1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കൂടി എഴുതാം? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു W2 M1 ഡിവൈഡഡ് ബൈ W1 M2, where W1 and W2 are the masses and M1 and M2 are the molar masses of solvent and solute respectively. Then next colligative property is elevation of boiling point. Elevation എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻക്രീസ് വരിക. അപ്പോൾ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻ്റാണ് നമ്മളിവിടെ കാണാനായിട്ട് പോവുക. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുക. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ഇറ്റ്സ് വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഏതിൻ്റെയെങ്കിലും ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടി എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ വാട്ടറിൻ്റെയൊക്കെ ബോയിലിംഗ് പോയിൻ്റ് നമുക്കറിയാവുന്നതാണ്. ആ ഒരു കേസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ when a non-volatile solute is added to a pure solvent, the boiling point of the resulting solution is always greater than that of the pure solvent. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? ബാഷ്പീകരിച്ച് പോകാത്ത സൊല്യൂട്ടാണ്. അപ്പോൾ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് നമ്മൾ പ്യുവർ ആയിട്ടുള്ള സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ ആ റിസൾട്ടിങ് സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ അവിടെയുള്ള അല്ലെങ്കിൽ ആ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കൂടുതലായിരിക്കും റിസൾട്ടിങ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്.
അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ്, അതായത് പ്യുവർ സോൾവെൻറ്റിൻ്റെ കേസും നമ്മുടെ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ കേസിലുള്ള ആ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡിഫറൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ദാറ്റ് ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ് ഈസ് കോൾഡ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ഇൻക്രീസിനെയാണ് ആ എലിവേഷൻ കൊണ്ട് സൂചിപ്പിക്കുക. ബോയിലിംഗ് പോയിൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻക്രീസിനെയാണ് നമ്മൾ ഇവിടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ടി ബി വെച്ചിട്ടാണ്. അപ്പോൾ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു, ഡെൽറ്റ എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്ന എപ്പോഴും ചേഞ്ചാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ആ ഡിഫറൻസ് കാണുന്നതിനെയാണ് നമ്മൾ ഡെൽറ്റ കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് രണ്ട് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഒന്ന് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് സൊല്യൂഷനും ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റും. അപ്പോൾ അവ തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി ബി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. Or delta TB is equal to TB minus TB0. അപ്പോൾ ആ പ്യുവർ സോൾവെൻറ്റിനെ നമ്മളെപ്പോഴും സീറോ ആ ഒരു ടേം നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്തതിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. Then if we plot a graph between the vapor pressure and temperature, we get the following graphs for the pure solvent and the solution. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ നോട്ട് ചെയ്താൽ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഗ്രാഫ് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിലെ ടെമ്പറേച്ചറാണ് നമ്മൾ നോട്ട് ചെയ്തേക്കുന്നത്. ടെമ്പറേച്ചർ കെൽവിനിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആ യൂണിറ്റാണ് നമ്മൾ എടുക്കുക. ദെൻ വൈ ആക്സിസിൽ വേപ്പർ പ്രഷറാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ ടി ബിയും T0Bയും തമ്മിലുള്ള ആ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്ന ഡെൽറ്റ ടി ബി വെച്ചിട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു ഇൻക്രീസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, ഫോർ ഡൈല്യൂട്ട് solutions, the elevation of boiling point is directly proportional to molality. That is, delta TB is directly proportional to small letter m. We can also write delta TB equal to KB into small letter m. അപ്പോൾ ഇവിടെ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ KB ആയിട്ട് എടുത്തിരിക്കുക, അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ആക്കാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ KB എന്ന ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ടേമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ KBയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബോയിലിംഗ് പോയിൻറ്റ് എലവേഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ മോളാൽ എലവേഷൻ കോൺസ്റ്റൻറ്റ്, അതുമല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 3 പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അത് ഈ ബോയിലിംഗ് പോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ ഒരു ഡെഫിനേഷനും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഫോർ 1 മോളാൽ സൊല്യൂഷൻ. അപ്പോൾ ഈ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോളാൽ എലവേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഫോർ 1 മോളാൽ സൊല്യൂഷൻ. ദെൻ അതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ എം സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു W2 into 1000 divided by M2 into W1. Here, if W2 gram of solute of molar mass M2 is dissolved in W1 gram of solvent, then molality M of the solution is given by the expression M is equal to W2 into 1000 divided by M2 into W1.
Substituting the values of molality in the above equation, we get delta TB. നമ്മൾ എമ്മിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് അതിൽ നിന്നും എഴുതാനായിട്ട് സാധിക്കും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആ എമ്മിൻ്റെ പ്ലേസിലേക്ക് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി അവിടെ തന്നെയുണ്ട്. എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ ഈ വാല്യൂസ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? കെ ബി ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. Therefore, molar mass of solute is equal to, molar mass of solute we denote it as M2. അപ്പോൾ M2 ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു W1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അതായത് M2 ഈക്വൽ ടു എന്നുള്ള ആ ഇക്വേഷൻ അത് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് പഠിക്കേണ്ടതാണ്. ബാക്കിയുള്ള 2 പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.